Hi all, welcome to our YouTube channel Testwin PSCയുടെ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും PSC ആവർത്തിക്കുന്നതുമായ 2000 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ സീരീസിന്റെ 33ാമത്തെ ഭാഗമാണിത്. നോക്കാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 25 ചോദ്യങ്ങൾ. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി വൈറസ് HIV വൈറസ് ആണ് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി. ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വെക്കുക ലോക എയ്ഡ്സ് ദിനം എന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1-നാണ്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ആ ഒരു റെഡ് റിബൺ കണ്ടോ, ആ ഒരു റിബൺ അങ്ങനെ വയ്ക്കുന്നത് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. അത് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി HIV വൈറസ്, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. അടുത്ത ചോദ്യം നോക്കാം. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി പ്രോട്ടോസോവ. മലമ്പനി മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് പ്രോട്ടോസോവ. എന്നാൽ മലമ്പനി പരത്തുന്നത് കൊതുകുകളാണ്. ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം പ്രോട്ടോസോവ. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് ത്വക്കാണ്, സ്കിന്നാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും സ്കിൻ തന്നെയാണ്, ത്വക്കാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം ഏതാണ് വരുന്നത്? ലിവറാണ്. ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. എന്നാൽ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചാൽ ഉത്തരം സ്കിന്നാണ്. അതുപോലെ സ്മോളസ്റ്റ് ഓർഗൻ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. അതുകൂടി ഇവിടെ ഓർത്തിരിക്കുക. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം പീനിയൽ ഗ്ലാൻഡ്, അത് തലച്ചോറിൻ്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേത്രരോഗ ചികിത്സ. ഒഫ്താൽമോളജി എന്നത് നേത്രരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. കോക്കസ് ന്യൂസിഫറ ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? തെങ്ങ്. കോക്കസ് ന്യൂസിഫറ എന്നത് തെങ്ങിൻ്റെ ശാസ്ത്രനാമമാണ്. ഇതോടൊപ്പം മറ്റൊരെണ്ണം ഓർത്തിരിക്കുക, നെലിംബോ ന്യൂസിഫറ. നെലിംബോ ന്യൂസിഫറ എന്നത് ലോട്ടസ്, താമരയുടെ ശാസ്ത്രനാമമാണ്. അപ്പോൾ കോക്കസ് ന്യൂസിഫറ എന്നത് തെങ്ങിൻ്റെ ശാസ്ത്രനാമമാണ്. നെലിംബോ ന്യൂസിഫറ എന്നത് ലോട്ടസ്, താമരയുടെ ശാസ്ത്രനാമമാണ്. മാംസ്യത്തിന്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം ക്വാഷിയോർക്കർ. മാംസ്യത്തിന്റെ അഭാവം മൂലം, പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ് ക്വാഷിയോർക്കർ എന്നത്. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ? കരൾ. മനുഷ്യന്റെ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്, ലിവറിലാണ് എന്നത് ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം. ശരീരതുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. അപ്പോൾ ശരീരതുലനവുമായി, ബാലൻസുമായിട്ട്, ശരീരത്തിന്റെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം എന്നത്. അടുത്ത ചോദ്യം. അർബുദം ബാധിക്കാത്ത മനുഷ്യാവയവം ഹൃദയം. അപ്പോൾ ഹാർട്ടിനെയാണ് അർബുദം, ക്യാൻസർ ബാധിക്കാത്തത്. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ അവയവമാണ് ഹൃദയം എന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഡോക്ടർ സാമുവൽ ഹനിമാൻ ഏത് ചികിത്സാ രീതിയുടെ സ്ഥാപകനാണ്? ഹോമിയോപ്പതി. ഡോക്ടർ സാമുവൽ ഹനിമാൻ ഹോമിയോപ്പതിയുടെ സ്ഥാപകനാണ്. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഇവിടെ തന്നെ ഓർത്തിരിക്കാം, അലോപ്പതിയുടെ പിതാവ്, ഫാദർ ഓഫ് അലോപ്പതി എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രേറ്റസ് ആണ്. ഹിപ്പോക്രേറ്റസ് ആണ് ഫാദർ ഓഫ് അലോപ്പതി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഫാദർ ഓഫ് ആയുർവേദ, ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകനാണ്. അതുകൂടി ഇവിടെ തന്നെ ഓർത്തിരിക്കുക. BCG എടുക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ക്ഷയം. BCG എടുക്കുന്നത് ക്ഷയരോഗം, ട്യൂബർക്ലോസിസ് എന്ന രോഗത്തെ പ്രതിരോധിക്കാനായിട്ടാണ്. BCG എന്നത് ബാസിലസ് കാലമറ്റേ ഗുവാറിൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. BCGയുടെ ഫുൾ ഫോം ആണ് ബാസിലസ് കാലമറ്റേ ഗുവാറിൻ. ഇതിൽ B എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു, C എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട്. അതിനെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. BCG എന്നാൽ ബാസിലസ് കാലമറ്റേ ഗുവാറിൻ. ഇത് എടുക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ക്ഷയരോഗം, ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന രോഗത്തെ പ്രതിരോധിക്കാനാണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ഇതിൽ കാലമറ്റേ ഗുവാറിൻ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞർ കൂടിയിട്ടാണ്. അതായത് ആൽബർട്ട് കാലമറ്റയും കാമിലെ ഗുവാറിൻ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞർ കൂടിയിട്ടാണ് ഈ ഒരു BCG വാക്സിൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അവരുടെ പേര് ആ ഒരു വാക്സിനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. വൃക്കയിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത്
നെഫ്രോണുകൾ. വൃക്കയിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് നെഫ്രോണുകളാണ്. ഒപ്പം ഓർത്തിരിക്കുക, നെഫ്രോളജി എന്നത് വൃക്കയെക്കുറിച്ചുള്ള കിഡ്നിയെക്കുറിച്ചുള്ള പഠനത്തിനാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മന്ത് രോഗം പരത്തുന്ന കൊതുക്. ക്യൂലക്സ്. മന്ത് എന്ന രോഗം പരത്തുന്ന കൊതുകുകളാണ് ക്യൂലക്സ് കൊതുകുകൾ. നമ്മൾ മുൻപേ കണ്ടു, മലേറിയ പരത്തുന്നത് ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ്. അതുപോലെ ഓർത്തിരിക്കുക, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി ഇവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ്. മന്ത് രോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. അടുത്ത ചോദ്യം, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ. വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളിലൊക്കെ കാണുന്നതാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്ന വൈറ്റമിൻ. അടുത്ത ചോദ്യം നോക്കാം, അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. സിലിണ്ടറിക്കൽ ലെൻസ്. ഓർത്തിരിക്കുക, അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ആണ് സിലിണ്ടറിക്കൽ ലെൻസ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന വാതകം. ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. എന്നാൽ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പുറത്തുവിടുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡയോക്സൈഡാണ്. അതുകൂടി ഓർത്തിരിക്കുക. ശ്വസന സമയത്ത് കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് പുറന്തള്ളുന്നത്. എന്നാൽ ഫോട്ടോസിന്തസിന്റെ സമയത്ത് ഓക്സിജനാണ് പുറത്തേക്ക് വരുന്നത്. അടുത്ത ചോദ്യം, ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അഡ്രിനാലിൻ. ഭയമുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അടുത്ത ചോദ്യം, ധവള വിപ്ലവത്തിന്റെ പിതാവ്. വർഗീസ് കുര്യൻ. ധവള വിപ്ലവം, വൈറ്റ് റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. പാലിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു ഹരിത വിപ്ലവം, അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. പിന്നീട് നമ്മൾ കണ്ടത് ബ്ലൂ റെവല്യൂഷൻ ആയിരുന്നു. നീല വിപ്ലവം, അത് മീനുകളുടെ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഇവിടെ ഓർത്തിരിക്കുക, ധവള വിപ്ലവം, അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. നോക്കുക, ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം, പഴങ്ങളുടെ രാജാവ്. മാമ്പഴം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴമാണ് മാമ്പഴം എന്നത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, പഴങ്ങളുടെ രാജ്ഞി. മംഗോസ്റ്റിൻ. അപ്പോൾ പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മംഗോസ്റ്റിൻ, പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം. പാലിയൻട്രോളജി. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാലിയൻട്രോളജി എന്നാണ്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്ത് രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ്? രോമം. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് രോമം രൂപാന്തരം പ്രാപിച്ച് ഉണ്ടായതാണ്. അടുത്ത ചോദ്യം നോക്കാം, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്. ഗ്രിഗർ മെൻഡൽ. ജനിതക ശാസ്ത്രം എന്നത് ജനറ്റിക്സ് ആണ്. ജനറ്റിക്സിന്റെ പിതാവ്, ഫാദർ ഓഫ് ജനറ്റിക്സ് എന്നത് ഗ്രിഗർ മെൻഡൽ ആണ്. അടുത്ത ചോദ്യം, ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത്. ATP. ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം. 206. മനുഷ്യ ശരീരത്തിൽ ആകെ 206 അസ്ഥികളാണ് ഉള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ വേഗം റിവൈസ് ചെയ്ത് നോക്കാം. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി. വൈറസ്. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. പ്രോട്ടോസോവ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. ത്വക്ക്. ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേത്രരോഗ ചികിത്സ. കോക്കസ് ന്യൂസിഫറ ഏതിന്റെ ശാസ്ത്രനാമമാണ്? തെങ്ങ്. മാംസ്യത്തിന്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം. ക്വാഷിയോർക്കർ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ? കരൾ. ശരീരതുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. സെറിബെല്ലം. അർബുദം ബാധിക്കാത്ത മനുഷ്യാവയവം. ഹൃദയം. ഡോക്ടർ സാമുവൽ ഹനിമാൻ ഏത് ചികിത്സാ രീതിയുടെ സ്ഥാപകനാണ്? ഹോമിയോപ്പതി. BCG എടുക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ക്ഷയം. വൃക്കയിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത്. നെഫ്രോണുകൾ. മന്ദരോഗം പരത്തുന്ന കൊതുക്. ക്യൂലക്സ്.
അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ സി. ആസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ. പഴങ്ങളുടെ രാജാവ് മാമ്പഴം. പഴങ്ങളുടെ രാജ്ഞി മംഗോസ്റ്റിൻ. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയൻട്രോളജി. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്ത് രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ്? രോമം. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെന്റൽ. ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATP. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മറ്റൊരു 25 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.